ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ പാർക്കായിട്ടുള്ള അറ്റ്ലാന്റിക് അഡ്വഞ്ചറിൽ വാട്ടർ പാർക്കിൽ പോവുകയാണ്. അതും ഫ്രീ ആയിട്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ബർത്ത്ഡേ ഉള്ളവർക്കായിരുന്നു. ബർത്ത്ഡേൻ്റെ സമയത്ത് കുറേ കഫേസിലും റെസ്റ്റോറൻറ്റിലൊക്കെ ഫ്രീ ആയിട്ട് ഫുഡും കാര്യങ്ങളും കിട്ടുന്ന പോലെ തന്നെ ചില ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പോകാം. അപ്പോൾ ബർത്ത്ഡേൻ്റെ ഒരു 6 ദിവസം മുന്നേയും 6 ദിവസം കഴിഞ്ഞിട്ടും അതിൻ്റെ ഇടയ്ക്കുള്ള ടൈം ഉണ്ടല്ലോ, ആ പീരീഡിൽ ബർത്ത്ഡേ ഉള്ളവർക്ക് അത് വാലിഡ് ആയിട്ടുള്ള ID വേണം കേട്ടോ, മെറിറ്റ്സ് ID ഒക്കെ കാണിക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അഡ്വഞ്ചറിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ബർത്ത്ഡേ പാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതും നമ്മൾ ID കൂടെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ കിട്ടും. കൂടെ വരുന്ന 2 പേർക്ക് 20% ഓഫ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട്, കാരണം അത്യാവശ്യം വലിയ എന്താ പറയുക ടിക്കറ്റുള്ള ഒരു സംഭവമാണ്. 345 ദിർഹംസൊക്കെ ഉണ്ട് അവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ. അപ്പം സാധാരണക്കാർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ എന്താ പറയുക പാഴാക്കരുത്. എനിക്ക് പൊതുവെ വാട്ടർ പാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വണ്ടർല, പിന്നെ നമ്മൾ കണ്ണൂരുള്ള വിസ്മയിലൊക്കെ അത് കുഞ്ഞിതല്ലേ. പിന്നെ കുറച്ചുകൂടെ വലുത് പോയത് മലേഷ്യ പോയപ്പോൾ ഒരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലോകത്തിൽ തന്നെ വലുതെന്ന് പറയുമ്പോൾ കുറേ വലിയ റൈഡൊക്കെ ഉണ്ടാവുമായിരിക്കാം. നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഞാനിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇനി അവിടെ പാർക്കിൽ നമ്മൾ അറക്കണ പൈസ ആയിരിക്കും. പിന്നെ അവിടെ പോയിട്ട് നമുക്കങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ പൈസ വേസ്റ്റ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ വയറ് നിറഞ്ഞ് ഫുഡ് കഴിച്ച് പോവുകയാണെങ്കിൽ എന്താ പറയുക, ഉച്ചയ്ക്ക് ലഞ്ച് അങ്ങനെ ചെറുതായിട്ടൊക്കെ കഴിച്ചാൽ മതി. നമ്മൾ മെട്രോയിൽ വന്നിട്ട് ഇൻ്റർനെറ്റിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിൽ കയറി, ഇവിടുന്ന് ബസ്സിൽ കയറി ട്രാമിൽ കയറി മോണോറയിൽ കയറിയിട്ട് വേണം പോകണ്ട. അപ്പോൾ മോണോറയിൽ ഇതുവരെ കയറിയിട്ടില്ല. ട്രാമിൽ കയറി ഇങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ബസ്സിൽ കയറി വഴി വെച്ചപ്പോണ്ട് ബസ്സിൽ ഡ്രൈവർ മലയാളി. അപ്പോൾ ആൾ പറഞ്ഞു ഏത് വണ്ടി കയറിയില്ല അവിടെ എത്താന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഇൻ്റർനെറ്റ് സിറ്റിയിൽ നിന്ന് X28 നമ്പർ ബസ്സിനാണ് കയറിയിരിക്കുന്നത്. ഇവിടെ ഒരു 6 മിനിറ്റ് 3 സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തും. ബസ് നിന്ന് ഓടിപ്പടിച്ചെത്തിയതും ട്രാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ട്രാമിൽ ഒരു മനുഷ്യനില്ലായിരുന്നു. ഇതിൻ്റെ പുറത്താണ് ടാപ്പ് ചെയ്തിട്ട് ഉള്ളിൽ കയറേണ്ടത് കേട്ടോ. ഞാൻ പണ്ടെപ്പോഴോ ദുബായിൽ വന്ന സമയത്ത് ഒരു തവണ എങ്ങാണ്ട് കയറിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അവിടെയുള്ളവരാണ് പറഞ്ഞത് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് പൊക്കോന്ന്. അതിനുള്ളിൽ കയറി ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് 2-3 സ്റ്റോപ്പ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മോണോറയിൽ കയറുള്ള സ്ഥലത്തേക്ക് എത്തും. പാം ജുമേറ എന്നാണ് സ്റ്റോപ്പിൻ്റെ പേര്. അവിടുന്ന് സ്റ്റെയറൊക്കെ കയറി മേളിലേക്ക് വരുമ്പോൾ ഇതുപോലെ വിജനമായിട്ടുള്ള സ്ഥലമായിട്ട് കാണാം. അപ്പോൾ പാർക്കിംഗ് ഒക്കെ ഉണ്ട്, പക്ഷേ ആൾക്കാരും കാണുന്നില്ല, വണ്ടിയൊന്നും കാണുന്നില്ല. അപ്പോൾ വഴിയൊക്കെ അവിടെ തന്നെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ. അപ്പോൾ നേരെ ഞാൻ ഇതിലേ പോയി. നിലവിൽ നമ്മളവിടെ ബോർഡ് കണ്ടത് അങ്ങോട്ട് മോണോറയിൽ കയറാൻ നമ്മൾ അക്വാഞ്ചലിലാണ് പോകുന്നത്. അങ്ങോട്ട് സിംഗിൾ ട്രിപ്പിനാണെങ്കിൽ പെർ ഹെഡ് 20 ദിർഹംസും റൗണ്ട് ട്രിപ്പ് ആണെങ്കിൽ 30 ദിർഹംസും അങ്ങനെയാണ് ഒരു ടിക്കറ്റ് ചാർജ് വരണത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണ്ട, ഇവിടെ നോൾ കാർഡ് എടുക്കില്ല അങ്ങനെയാണ് തോന്നുന്നു. അവിടെ അങ്ങനെ എഴുതി വെച്ചിരിക്കണേ. അപ്പം അങ്ങനെ ആയിരിക്കും. ADCBൻ്റെ കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20% ഈ ടിക്കറ്റിൽ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അതും ലാഭമാണ്. നിങ്ങൾ ADCBൻ്റെ കാർഡുള്ളവർ യൂസ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ടൈം മോണോറയിൽ കയറുന്നൊരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ നല്ല രസം. ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അങ്ങോട്ട് എത്തുന്തോറും നമുക്ക് എന്താ പറയുക, കുറേ നല്ല അടിപൊളി വ്യൂ ആണ്. കുറച്ച് ലക്ഷറിയുടെ, ദുബായിൻ്റെ ലക്ഷറി ആയിട്ടുള്ളൊരു ഏരിയയാണ് നമുക്കിതിലേ കാണാൻ പറ്റുക കേട്ടോ. ഒരുപാട് വാട്ടർ റൈഡ്സും കാര്യങ്ങളും അതുപോലെ നമ്മളെ അറ്റ്ലാന്റിസിൻ്റെ ഒരു എന്താ പറയുക എൻട്രൻസും ഇതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു രാത്രിയാണ് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. എല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുക കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിരുന്നു. എന്താ പറയുക, നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മെട്രോയിലും ട്രാമിലും ബസ്സിലൊക്കെ പോകുന്നതല്ലാതെ മോണോറയിലും കൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. പിന്നെ എന്തായാലും നമുക്ക് ഇവിടെ അഡ്വഞ്ചറിക്ക് പോകണമെങ്കിൽ ഇതാണ് ഓപ്ഷൻ, ഈവൻ സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തവർക്ക്. അപ്പോൾ ഇത് എന്താ പറയുക, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അറ്റ്ലാന്റിസ് അക്വാഞ്ചറാട്ടോ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. നമുക്കിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ അറ്റ്ലാന്റിസിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ നിന്ന് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുക്കുന്നതിൻ്റെ ഉള്ളിലാട്ടോ. ഇതിൽ അക്വേറിയം ഉണ്ട്, പിന്നെ ഓൾറെഡി ഹോട്ടലുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടെ ഉള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് വേറെ സെപ്പറേറ്റ് എന്താ പറയുക ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നു അക്വാഞ്ചർ വാട്ടർ പാർക്കിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട്. ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കയറിപ്പോൾ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തവർക്ക്, ബാക്കിയുള്ളവർ നമ്മൾ ക്യൂ നിന്ന് തന്നെ ടൈം എടുത്ത് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് ഇതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ വീഗാലാൻഡില്ല വണ്ടർലയിലൊക്കെ നമ്മൾ ജോക്കേഴ്സിനെ കണ്ടിട്ടില്ലേ, അതുപോലെ വേറൊരു ടൈപ്പ് ആൾക്കാർ. കാര്യം ഞാൻ 9:30 കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ടിക്കറ്റൊക്കെ എടുത്തപ്പോഴത്തേക്കും 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ട്യൂബൊക്കെ എടുത്ത് നമ്മൾ മുകളിലേക്ക് പോകാണ് കേട്ടോ. ഇപ്പോൾ എടുത്ത ഫസ്റ്റത്തെ നമ്മളൊരു ട്യൂബ് കൂടെ പോകുന്ന ഒരു റൈഡിലാണ് കയറുന്നത്. എല്ലാത്തിനും ഒരു 1 അവറിന് മേലെ ടൈമിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, വെയിറ്റിംഗ് ടൈം.
ഇതിങ്ങനെ നമ്മൾ ട്യൂബിൽ കൂടെ പോയിട്ട് താഴേക്ക് ഇങ്ങനെ നമ്മുടെ കുത്തനെ ഇറങ്ങി പോകുന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് അത്ര വലിയ പേടിക്കാനൊന്നുമില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. എന്താ പറയുക, ഭയങ്കര സ്പീഡിൽ ഭയങ്കര കുത്തനെ ഇറങ്ങിയും കയറിയൊക്കെ പോയി അങ്ങനെയൊക്കെ സംഭവം. പക്ഷേ ഇതിലും കുറച്ചും കൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള, കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈഡൊക്കെ ഉണ്ട്, ബോഡി സ്ലൈഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് കയറാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് പോകാനുള്ള നമ്മൾ പ്ലാനായിരുന്നു. പക്ഷേ ഇതിലേക്കൂടെ നേരെ നമ്മളിങ്ങനെ പോയിട്ട് ഇതൊരു പുഴ പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ റൈഡിൽ നിന്ന് നേരെ വന്നിട്ട് പിന്നെ ഇതുപോലെ ഒരു ലേക്കാണ് ചുറ്റും. അപ്പോൾ അതിൽ കൂടെ നമ്മളിങ്ങനെ പോയി കുറേ ടൈം അങ്ങനെ പോയി. പിന്നെ നമ്മൾ അടുത്ത റൈഡിൽ പോകാൻ വേണ്ടിയിട്ട് വീണ്ടും പോകുന്ന വഴിക്കാണ് ഇതുപോലെ ഒരു അക്വേറിയം കണ്ടത്. സാധാരണ എന്താ പറയുക, സ്രാവും അങ്ങനത്തെ മീനൊക്കെയാണ് മെയിൻലി ഉണ്ടാവുക. പക്ഷെ ഞാൻ അയലേനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ജീവനുള്ള അയലയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ കാണുന്ന മുഴുവൻ അയലയാണ്. അപ്പോൾ ഞാൻ എന്താ മറ്റേ ചെറിയ പിള്ളേരെ പോലെ ഇങ്ങനെ അയല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പൊതുവെ എനിക്ക് അയല തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് എന്താ പറയുക, നല്ല കാണാൻ ഭംഗിയുള്ള കുറച്ച് മീനുകളുണ്ടായിരുന്നു. കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഓർത്തത് സ്ലൈഡ് കയറാൻ ഒരുപാട് വെയിറ്റിംഗ് ടൈം ഉണ്ടാകും. അങ്ങനെ മേളിലോട്ട് പോയി. നെക്സ്റ്റ് ബോഡി സ്ലൈഡാണ് പോയത്. അവിടുത്തെ ഒരു മെയിൻ സംഭവം കേട്ടോ. അതിൽ കയറാണ്ട് അവിടെ നിന്ന് പോകാൻ നമുക്ക് നഷ്ടമാണ്. കാരണം അത്രയും ക്യാഷും കൊടുത്ത് പോയി കഴിഞ്ഞിട്ട് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ എക്സ്പീരിയൻസ്. പക്ഷേ കുറച്ചും കൂടെ നമുക്ക് പേടിക്കാനുണ്ടാവും. കുറച്ച് ധൈര്യമൊക്കെ ഉള്ളെങ്കിൽ അത് കയറാൻ പറ്റുള്ളൂ. കാരണം കുത്തനെ ഒരു ഇറക്കമാണ്. അവിടെ നമ്മൾ നേരെ ഇതിലേക്കോ പോയിട്ട് വെള്ളത്തിൽ ചേർന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ പകുതി കാറ്റ് അവിടെ നിന്ന് പോകും. അത്ര അടിപൊളിയാണ്. 3 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അതിൽ കയറി കേട്ടോ. വേർത്താണ്. പക്ഷേ കുറച്ച് ഗട്ട്സൊക്കെ ഉള്ള, കുറച്ച് ധൈര്യം ഉള്ള ആൾക്കാരാണെങ്കിൽ സെറ്റാണ്. ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ കയറില്ല. പക്ഷേ ഈ ഫോറിനേഴ്സ് കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ധൈര്യമാണ്. അവർ കയറുന്നു, ചാടുന്നു, ഇരിക്കുന്നു, പോകുന്നു. അങ്ങനെയായിരുന്നു. വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ ഇവിടുന്ന് വേറെ ആരുടെയെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. നമ്മൾ 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ബോഡി സ്ലൈഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇനി ഒന്ന് പോയിട്ട് ഫുഡ് എല്ലാം കഴിച്ചിട്ട് നമുക്ക് അടുത്ത റൈഡ് കണ്ടുപിടിക്കാം. ഭക്ഷണം ഉച്ചയ്ക്ക് ലൈറ്റ് ആക്കാമെന്ന് വെച്ച് രാവിലെ കഴിച്ചെങ്കിൽ നമുക്ക് ടൈം ആവുമ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ. പിന്നെ 2 പീസ് ചിക്കനും ഒരു ബണ്ണും 60 ദിർഹംസും കൊടുത്ത് വാങ്ങിച്ചിട്ട് അത് കഴിക്കേണ്ട അവസ്ഥ വന്നു. ഇത്രയും നാൾ ഞാൻ KFC കൊണ്ട് തൊട്ട് നോക്കാത്ത സാധനമാണിത്. പക്ഷെ ഇന്നലെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. വിശന്നിട്ട് വെള്ളത്തിൽ കഴിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര വിശം. ഈ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഇങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഒഴുകി നടക്കാൻ കേട്ടോ. ഇതാകുമ്പോൾ മുങ്ങിപ്പോവില്ല. നീന്താൻ ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ടും നീന്താൻ അറിയാത്തതുകൊണ്ടും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിങ്ങനെ ഒരുപാട് നേരം ഞാൻ അതിലിങ്ങനെ എന്താ പറയുക, നീന്തിയും അതുപോലെ പൊങ്ങിക്കിടന്നും ഇങ്ങനെ അതിലേ ഒഴുകി നടന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു അത്. അപ്പോഴത്തേക്ക് സമയം ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ ഗെയിമിംഗ് ഏരിയയിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ആദ്യം കയറിയ സെയിം സാധനത്തിൽ കയറി. ഇതൊരു ട്യൂബൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഓരോ ലേക്കിൽ കൂടെ ഇങ്ങനെ പോകും. കുറച്ച് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നല്ല രസമാണ്. കുറച്ചും കൂടെ സ്പീഡിൽ പോകാം. പിന്നെ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് കയറി. കാരണം നമുക്ക് തിരിച്ച് യൂണിയനിൽ എത്താൻ ടൈമില്ലല്ലോ. പിന്നെ കുറയുന്ന റൈഡിൽ നമുക്ക് കയറാൻ പറ്റില്ല. കാരണം നമുക്കിങ്ങനെ വെയിറ്റിംഗ് ടൈം ഉള്ളതുകൊണ്ട് എല്ലാം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഒപ്പം ബർത്ത്ഡേ ഒക്കെ ഉള്ളവർ പോയിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.